അതേമാതിരി തന്നെ ഇവൾക്കൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത ഒന്നല്ല, ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ വൈഫുമാരൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇവിടെ പുളി ഞാൻ എടുത്ത് വെച്ചാലോ. ഇത് ഇന്നലെ അവിടെ നിന്ന് കഴിക്കാൻ കൊടുത്താൽ കേട്ടോ. അവൾക്ക് ചെറിയൊരു പീസ് കഴിക്കാൻ കൊടുത്താൽ ആയിരുന്നു. ചെറിയ പീസ് എനിക്ക് വലിച്ചത്. അത് 2 ദിവസമല്ല 3 ദിവസമല്ല ഒരാഴ്ച ആയാലും മാറ്റി വെക്കും. എനിക്ക് പറ്റില്ല, എനിക്ക് വേണ്ടി മാറ്റി വെച്ചാ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇനി പറയുന്നത് എനിക്ക് വേണ്ടി മാറ്റി വെച്ചതല്ല, ആണോ അല്ലേ? ഞാൻ വെറുതെ ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചല്ല. സാധാരണ അങ്ങനെ മാറ്റി വെക്കല്ലോ കേട്ടോ, എപ്പോഴല്ല. ഇതിനു മുമ്പേ ഒക്കെ എന്താ പറയുക, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരാഴ്ച ആയിട്ട് ഉള്ള വീട്ടിൽ നിൽക്കാൻ വന്ന ഒരാഴ്ച ആയിട്ട് വന്നാലും ഇവിടെ മാറ്റി വെക്കും. പക്ഷെ ഇത് എനിക്ക് വേണ്ടി മാറ്റി വെച്ചല്ലോ അല്ലേ? ഞാൻ വെറുതെ ബിൽഡപ്പ് ചെയ്ത് വീഡിയോ എടുത്ത് കണ്ടിട്ടാണല്ലേ പറയണം. ഓളങ്ങനൊക്കെ പറയും ഗൈസ്, പക്ഷെ എനിക്ക് വേണ്ടി തന്നെ. അവൾക്ക് നാണായിട്ടാ, നാണമായിട്ട് പറയാറ്റുള്ളൂ. നാണക്കാരി അല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇന്നലെ ഇപ്പൊ മെഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മളെ വ്ളോഗിൽ കൂടുതലുള്ളത് ഇവന്റെ സ്പെഷ്യൽ ഫുഡ്സ് ആണ്. ബർഗർ ഉണ്ടായിരുന്നു, പിന്നെന്തായിരുന്നു, പിന്നെ ഫ്രൈഡ് റൈസ് അല്ലേ. അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ ഫുഡ്? സ്പെഷ്യലും ഇല്ല. മോഹൻലാൽ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. മോഹൻലാല് ഭയങ്കര എന്താ പറയാ, കുക്കല്ലേ. മറ്റേത് കഴിക്കും, ഏത്? ബനാന ഐസ്ക്രീം കേൾക്കുന്നുണ്ട്, പക്ഷെ കായില്ല. നമ്മള് മറ്റേ ഊട്ടി പോയപ്പോ ഇടുക്കി പോയപ്പോ വാങ്ങിച്ചത്. പക്ഷെ അപ്പൊ ഒരു കായ് ഉണ്ടായിരുന്നു, അത് വലുതായി നമ്മള് മുറിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പ്രാവശ്യം ഒരു കായ് ഉണ്ടായില്ലേ, ഒരു കായ് ഉണ്ടായി കുഞ്ഞി. പക്ഷെ അത് പോയി. പക്ഷെ ഇപ്പൊ നല്ല തേക്കുന്നുണ്ട് നല്ലാണ്ട് ഇത് വരുന്നില്ല അല്ലേ? എന്ത് മറ്റേ ഓറഞ്ച് ഉണ്ടാവുന്നില്ല അല്ലേ? ഈ ഏത് കാലാവസ്ഥയിലാണ് ഉണ്ടാവുന്ന പറഞ്ഞിട്ടല്ലേ നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ ഇതിന്റെ മുകളിൽ അവൾ തരുമ്പോഴേ ഒന്നുണ്ടായിരുന്നു, അതിനുശേഷം ഉണ്ടായില്ല. എന്നാലും ആ ചങ്ങായി നമ്മളെ പറ്റിച്ചായിരിക്കോ? ആ ഇടുക്കിക്കാരെ നമ്മളെ ഓറഞ്ചുകാരെ. കാരണം എന്താ വെച്ചാല് അത് നിങ്ങള് ഈ നമ്മളെ ഇടുക്കി അല്ലാത്ത ആൾക്കാർ എന്താ പറയാ, ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ വളർത്തുന്ന ആൾക്കാരുണ്ടോ? നമ്മളന്ന് ഇടുക്കിന്ന് വാങ്ങിച്ച സമയത്ത് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിന് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല പോലെ ഉണ്ടാവുന്ന പറഞ്ഞത്. അതിലുള്ള ഒരു കായ് ആയാലും അവിടെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല കുഴപ്പമില്ല, നല്ല ഇല്ലേ, മധുരം ഉണ്ടെങ്കിൽ ഉണക്കമാരുണ്ടേനു, നല്ല ഉണ്ടായിരുന്നു, ചെറിയൊരുണ്ടായിരുന്നു, വലിയ പ്രശ്നമില്ല. പക്ഷെ അതിന് ശേഷം തീരെ ഇല്ലെങ്കിൽ മരം കാണിച്ചതാ. മരം വലുതായിക്കില്ല, നല്ലോണം നമ്മൾ ലൊക്കേഷൻ മാറ്റിയിട്ടതാ. മരം നല്ല വലുതായിക്കുന്നുണ്ട്, പക്ഷെ എന്താ പറയാ, അതിൽ ഒരൊറ്റ ഒരു ഇതിട്ടിരുന്നു. എന്ത് ഒരൊറ്റ ഒരു അപ്പോൾ എന്താ പറയാ, ഇതേമാതിരി ചില ആൾക്കാർ നമ്മളിപ്പോൾ ഫാമിലീസിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് ഓറഞ്ച് ഒന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാം. നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാം, അല്ല നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നല്ല നമുക്ക് പറയാം. പക്ഷെ എന്താ പറയാ, ഉണ്ടാവുന്നേ പറഞ്ഞു. നമ്മൾ കറക്റ്റ് നമ്മൾ വളമൊക്കെ കൊടുത്തില്ലല്ലോ, ഉണ്ടാവും പറയുന്നുണ്ട്, ഉണ്ടായ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതേമാതിരി ഇപ്പൊ നമ്മളെ നാട്ടില് ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാന്നുണ്ടെന്ന് പറഞ്ഞു തരണേ, എങ്ങനെയാ കറക്റ്റ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. 6 വയസ്സ് കഴിഞ്ഞില്ലേ, അപ്പൊ പിന്നെ അത്രയും കാലത്തെ ഫുഡ് എക്സ്പീരിയൻസ്. എനിക്ക് വാശിക്കാക്കൊന്നും വന്ന് തന്നിട്ട് ഒറ്റക്ക് മോഹൻലാൽ റെസിപ്പി രസമുണ്ടോ? ഐസ്ക്രീം പഴം ഇത് പഴം സാധാ ഒളിച്ചതാ, ഒളിത്തല്ലുണ്ട്, തേങ്ങ ഇട്ട് വീട്ടിൽ പോയി ഉമ്മക്ക് പറഞ്ഞു. രസമുണ്ടോ? വാനിലാണോ രസം, സ്ട്രോബെറി ആണോ രസം?